ഹായ് മക്കളെ, നമസ്കാരം. സൈബർ ലോകത്ത് ജീവിക്കുന്ന ഒരു കാലഘട്ടം. നമ്മുടെ എല്ലാ കാര്യങ്ങളും വിരൽത്തുമ്പുകളിലൂടെ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചു തരുന്ന നവമാധ്യമങ്ങളുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ സാഹിത്യ മേഖലയും സൈബർ സാഹിത്യ ഇടങ്ങളിലേക്ക് എത്തേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ സൈബർ സാഹിത്യ ഇടങ്ങളെ പശ്ചാത്തലമാക്കിക്കൊണ്ട് എഴുതപ്പെട്ട ആദ്യത്തെ ഒരു നോവലിൽ നിന്നുള്ളൊരു ഭാഗമാണ് കയ്യൊപ്പില്ലാത്ത സന്ദേശം എന്ന പാഠഭാഗത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത് അല്ലേ. ഇമെയിലുകൾ അയക്കുന്ന സമയത്ത് കയ്യൊപ്പ് രേഖപ്പെടുത്താതെ ഡിജിറ്റൽ സിഗ്നേച്ചറുടെ കാലഘട്ടം, അല്ലെങ്കിൽ ഡിജിറ്റൽ സിഗ്നേച്ചറുകൾ തന്നെ വേണ്ടാത്ത കാലഘട്ടം, അയക്കുന്നത് ആരാണെന്നോ കിട്ടുന്നത് ആർക്കാണെന്നോ അറിയാത്ത IP നമ്പർ, IP അഡ്രസ്സുകൾ ആരിൽ നിന്നാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതെന്ന് അറിയപ്പെടാത്ത ഒരു ലോകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, വല്ലാതെ അടുത്ത് ഇടപഴകുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ വരുന്നു. ഈ അവസ്ഥയിലുള്ള ഒരു സാമൂഹിക സാഹചര്യത്തെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയായിരുന്നു മുകുന്ദൻ നോവലിലൂടെ ചെയ്യുന്നത്. ആ നോവലിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള കയ്യൊപ്പില്ലാത്ത സന്ദേശമാണ് നമ്മൾ പഠിക്കുന്നത്. നോക്കുക, വിനിമയ സാങ്കേതിക വിദ്യയുടെ സാധ്യതകളും സാങ്കല്പിക സംവേദനവും പ്രമേയമാക്കിയ മലയാളത്തിലെ ആദ്യ നോവലാണ് മുകുന്ദൻ്റെ നൃത്തം എന്ന നോവൽ. വിനിമയ സാങ്കേതിക വിദ്യയുടെ സാധ്യതകളും സാങ്കല്പിക സംവേദനവും പ്രമേയമാക്കിയ മലയാളത്തിലെ ആദ്യത്തെ നോവലാണ് മുകുന്ദൻ്റെ നൃത്തം. രൂപത്തിലും ഭാവുകത്വത്തിലും വ്യത്യസ്തമായ അടയാളപ്പെടുത്തൽ നടത്തിയ രചനയാണിത്. സൈബർ ഇടത്തിൻ്റെ മായിക ലോകത്തിൽ സ്വയം മറന്നുപോകുന്നവരുടെ ജീവിതാവസ്ഥകൾ ഇതിൽ ആവിഷ്കരിക്കുന്നു. പ്രതീതി വ്യക്തിത്വം, പ്രതീതി സത്ത, വെർച്വൽ ഇവ മുഖ്യ പ്രമേയമായ ഈ നോവൽ മലയാളത്തിലെ പ്രഥമ സൈബർ നോവലായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ആദ്യത്തെ സൈബർ നോവലാണിത്, മുകുന്ദൻ്റെ നൃത്തം. ഇത്ര ഓർത്താൽ മതി. രണ്ട് ലോകങ്ങൾ തമ്മിൽ നേരിട്ടല്ലാതെ നടക്കുന്ന ആശയവിനിമയമാണ് നൃത്തത്തിൻ്റെ പ്രമേയം. രണ്ട് വ്യക്തികൾ തമ്മിൽ നേരിട്ടല്ലാതെ നടക്കുന്ന ആശയവിനിമയമാണ് നൃത്തം എന്ന നോവലിൻ്റെ പ്രമേയം. ഒരിക്കലും നേരിട്ട് കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ലാത്ത രണ്ടുപേർ ഇമെയിലിലൂടെ ആശയവിനിമയം നടത്തുന്നു. അവരുടെ മാധ്യമം മലയാളമല്ല, കമ്പ്യൂട്ടറുകൾക്ക് പിന്നിലെ അദൃശ്യ സ്ഥലമായ സൈബർ സ്പേസിലാണ് അവരുടെ സ്ഥാനം. നോവലിലെ പ്രധാന കഥാപാത്രമായ ശ്രീധരൻ, നമ്മുടെ നോവലിലെ പ്രധാന കഥാപാത്രത്തിൻ്റെ പേര് ഓർക്കുക, ശ്രീധരൻ ലഭിക്കുന്ന ഇമെയിലിൽ നിന്നാണ് നൃത്തം എന്ന നോവൽ തന്നെ ആരംഭിക്കുന്നത്. അഗ്നി എന്ന വിലാസത്തിൽ, ഓർമ്മയിൽ വെക്കാനുള്ളതാണ്, അഗ്നി എന്ന വിലാസത്തിൽ നിന്നാണ് സന്ദേശം വന്നിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാനുണ്ടെന്നും ഈ സന്ദേശം കിട്ടിയോ എന്നുള്ള കാര്യം അറിയിക്കണമെന്നുമാണ് മെയിലിലെ ആവശ്യം. എത്ര ആലോചിച്ചിട്ടും അഗ്നിയുടെ മുഖമോ അങ്ങനെ ഒരാളെ പരിചയപ്പെട്ടതിൻ്റെ ഓർമ്മയോ ശ്രീധരൻ്റെ മനസ്സിൽ തെളിഞ്ഞില്ല. പക്ഷെ ഒന്നുറപ്പാണ്, അഗ്നിക്ക് ശ്രീധരൻ അറിയാം. അഗ്നി എന്ന് പാശ്ചാത്യ ലോകത്ത് അറിയപ്പെടുന്ന ബാലകൃഷ്ണൻ എന്ന കളരി അഭ്യാസിയായ നർത്തകൻ്റെ സന്ദേശമായിരുന്നു അത്. അഗ്നി അയക്കുന്ന സന്ദേശങ്ങളിലൂടെയാണ് നോവലിൻ്റെ ആഖ്യാനം തുടരുന്നത്. ശ്രീധരൻ പ്രതികരിക്കാൻ തുടങ്ങിയതോടെ പതിവായി വരുന്ന കത്തുകളിലൂടെ വായനക്കാരൻ അഗ്നിയെ തിരിച്ചറിയുന്നു. സൈബർ ലോകത്തിലെ ഏറ്റവും കൗതുകകരമായ ഒരു വസ്തുത കൂടി ഇവിടെ നോവലിസ്റ്റ് ചൂണ്ടിക്കാണിക്കുന്നു. ഈ സന്ദേശം അയച്ചത് ഭൂമിയുടെ അങ്ങേപ്പുറത്തുള്ള കാലിഫോർണിയയിലെ സിലിക്കൺ വാലിയിൽ നിന്നോ ചിലപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ നിന്നോ ആവാം. നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ നിന്നോ തൊട്ടടുത്ത് ഉപയോഗിക്കുന്ന സിസ്റ്റത്തിൽ നിന്നോ ആയിരിക്കാം ചിലപ്പോൾ നമുക്ക് വരുന്ന മെസ്സേജ്. ഹോട്ട്മെയിൽ വിലാസം കൂടി ക്രിയേറ്റ് ചെയ്തതോടെ ശ്രീധരൻ ദിനചര്യകളാകെ മാറി. ഉറക്കമുണർന്നാലുടൻ വളരെ യാന്ത്രികമായി കമ്പ്യൂട്ടറിൻ്റെ മുന്നിലെത്താനും ആദ്യം സന്ദേശങ്ങളും പിന്നീട് വാർത്തകളും നോക്കാനും തുടങ്ങി. കുട്ടിക്കാലം മുതലുള്ള പല ശീലങ്ങൾക്കും മാറ്റം സംഭവിച്ചു. ഇൻ്റർനെറ്റ് കണക്ഷൻ അയാളുടെ വിശ്വാസ പ്രമാണങ്ങളെ ആകെ തകിടം മറിച്ചു. അഗ്നിയിൽ നിന്ന് മറുപടി ലഭിക്കാത്തതിൽ അയാൾ ചിലപ്പോഴൊക്കെ നിരാശനായി. കമ്പ്യൂട്ടർ ലോകത്ത് തന്നെ സൈബർ ലോകങ്ങളിൽ വല്ലാണ്ട് മുഴുകിപ്പോകുന്ന ആധുനിക തലമുറയുടെ ഒരു പ്രതിനിധിയായിട്ട് ആരും മാറുകയുണ്ടായി, ശ്രീധരൻ മാറുകയുണ്ടായി എന്ന് ചുരുക്കം. അഗ്നിയുടെ പേരിൽ അയച്ച സന്ദേശം വഴി തന്നെ ആരോ വിഡ്ഢിയാക്കുകയാണെന്ന് സംശയിച്ചു. മനസ്സിലുണ്ടായ അസ്വസ്ഥതകൾ നിമിത്തം അയാൾ സൈബർ സ്പേസിലൂടെ അലഞ്ഞു തിരിഞ്ഞു. ഒഴിവു ദിവസത്തിൽ ഏറെ സമയവും കമ്പ്യൂട്ടർ മുന്നിൽ ചെലവിട്ട് നോക്കി. ആരാണ് അഗ്നി എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കൗതുകം, ഒരു ഉത്കണ്ഠ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടാക്കുന്ന പോലെ ശ്രീധരൻ്റെയും മുന്നിലുണ്ടാക്കി. പല സൈറ്റുകളിൽ കയറി ഇറങ്ങി മടുത്തു. പുതുതായി തുടങ്ങിയ ഒരു സെർച്ച് എഞ്ചിൻ വഴി പരതൽ തുടർന്നു.
പോസ്റ്റ് മോഡേണിസം എന്ന് കണ്ട തലക്കെട്ടിൽ ക്ലിക്ക് ചെയ്തു. 4 പേജിൻ്റെ പ്രിൻ്റ് എടുത്ത് ചുരുട്ടി ചവറ്റുകൊട്ടയിലിട്ടു. അല്ലേ? അവിടെയൊക്കെ പേപ്പറുകൾക്കുള്ള വാല്യൂ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? കണക്കാക്കപ്പെടുന്നുണ്ട്. ഒട്ടും പരിഗണിക്കപ്പെടുന്നില്ല ഇന്നത്തെ തലമുറ. തനിക്ക് ആവശ്യമില്ലാത്തതാണ് കൂടുതലും നെറ്റിൽ നിന്ന് കിട്ടുന്നതെന്ന് തിരിച്ചറിഞ്ഞ ശ്രീധരൻ തിരികെ ഇമെയിലിൽ എത്തുമ്പോൾ അവിടെ അഗ്നിയുടെ മറുപടി അയാൾക്കായി കാത്തു കിടന്നിരുന്നു. സെറ്റ്. നോക്കുക, കയ്യൊപ്പില്ലാത്ത സന്ദേശം എന്ന തലക്കെട്ട് ആ പാഠഭാഗത്തിന് എത്രത്തോളം അനുയോജ്യമാണ്. കയ്യൊപ്പില്ലാത്ത സന്ദേശം എന്ന തലക്കെട്ട് ആ പാഠഭാഗത്തിന് എത്രത്തോളം അനുയോജ്യമാണ്. മലയാള നോവൽ സാഹിത്യ ചരിത്രത്തിൽ രൂപത്തിലും ഭാവത്തിലും വ്യത്യസ്തത അടയാളപ്പെടുത്തിയ നോവലാണ് എം മുകുന്ദൻ്റെ നൃത്തം. ആദ്യത്തെ സൈബർ നോവൽ എന്നറിയപ്പെടുന്ന എം മുകുന്ദൻ്റെ നൃത്തം. മലയാള നോവൽ സാഹിത്യ ചരിത്രത്തിൽ രൂപത്തിലും ഭാവത്തിലും വ്യത്യസ്തത അടയാളപ്പെടുത്തിയ നോവലാണ് എം മുകുന്ദൻ്റെ നൃത്തം. ഒരിക്കലും നേരിട്ട് കാണുകയോ ടെലിഫോണിൽ സംസാരിക്കുകയോ പോലും ചെയ്യാത്ത 2 പേർ തമ്മിലുള്ള ഇമെയിൽ സന്ദേശത്തിലാണ് നോവൽ ആരംഭിക്കുന്നത്. അദൃശ്യ സ്ഥലമായ സൈബർ സ്പേസാണ് ഇമെയിൽ സന്ദേശത്തിൻ്റെ ഇടം. ആമുഖം നമ്മൾ എന്ത് ചെയ്തു? സെറ്റാക്കി. ഇനി അഗ്നി എന്നും ശ്രീധരൻ എന്നും കഥാപാത്രങ്ങൾക്ക് പേരുകൾ നൽകിയിട്ടുണ്ടെങ്കിലും പേരുകൾ സൂചിപ്പിക്കുന്ന സ്വത്വമോ 2 വിലാസങ്ങളോ അവർക്കില്ല. ആ ഐഡൻറ്റിറ്റി അല്ല അവർക്കുള്ളത്. ഒരു വെറും ഇമെയിൽ മാത്രമാണ് താനെന്ന് അഗ്നി പറയുന്നുണ്ട്. ജീവിത യാഥാർത്ഥ്യത്തിൽ നിന്നും ഭിന്നമായ അനുഭവമാണ്. ഉണ്ടെന്ന് തോന്നിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒരു കത്തിനുമേൽ കയ്യൊപ്പ് ചാർത്തുമ്പോൾ അതിന് സ്വന്തമാകുന്ന വൈകാരികതയും വിശ്വാസ്യതയും ഇമെയിലിനില്ല. സൈബർ ലോകത്തിൻ്റെ അനന്തതയിൽ വന്ന് പതിക്കുന്ന ഓരോരുത്തരും ജീവിക്കുന്നത് കയ്യൊപ്പുകൾ ആവശ്യമില്ലാത്ത പ്രതീതി യാഥാർത്ഥ്യത്തിൻ്റെ ലോകത്താണ്. നമുക്കതൊരു യാഥാർത്ഥ്യമായി അനുഭവപ്പെടുമ്പോഴും ഇൻ്റർനെറ്റിൽ നിലനിൽക്കുന്ന പ്രതീതിയാണതെന്ന് ഈ പാഠം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കയ്യൊപ്പില്ലാത്ത സന്ദേശം എന്ന തലക്കെട്ട് ഈ പാഠഭാഗത്തിന് അനുയോജ്യമാണ്. സെറ്റ്. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് വരാം. ഓൺലൈൻ വിദ്യാഭ്യാസം സാർവത്രികമായിരിക്കുന്ന സാഹചര്യത്തിൽ സൈബർ സാധ്യതകളുടെ ദുരുപയോഗത്തിൽ കുട്ടികൾക്കുണ്ടാവേണ്ട ജാഗ്രത എത്രത്തോളമെന്ന് കുറിപ്പ് തയ്യാറാക്കുക. ഇൻ്റർനെറ്റുകൾ ഉപയോഗിക്കുമ്പോൾ, സൈബർ ഇടങ്ങൾ ഉപയോഗിക്കുമ്പോൾ കുട്ടികൾ പാലിക്കേണ്ട ജാഗ്രത എന്തായിരിക്കണം എന്ന വിഷയത്തിലൊരു കുറിപ്പ് തയ്യാറാക്കുക. സമകാല പ്രതിസന്ധികളെ അതിജീവിക്കുന്നതിൻ്റെ ഭാഗമായി ഓൺലൈൻ വിദ്യാഭ്യാസം ഇന്ന് സാർവത്രികമാണ്. അറിവ് കൈമാറ്റം ചെയ്യുന്നതിനും സ്വീകരിക്കുന്നതിനും സ്വാംശീകരിക്കുന്നതിനുമുണ്ടായ പുതുരീതികൾ വിദ്യാഭ്യാസത്തിന് നവപരിവേഷമാണ് നൽകുന്നത്. സൈബർ സങ്കേതങ്ങൾ കൂടുതലായി ഉപയോഗിക്കുമ്പോൾ ചില വ്യക്തികൾ വ്യവഹാര പ്രശ്നങ്ങളുണ്ടാകും. ഇവയുടെ അമിത ഉപയോഗം വ്യക്തിയിൽ എന്ന പോലെ കുടുംബത്തിലും പ്രയാസങ്ങൾ സൃഷ്ടിക്കും. ചിലരെങ്കിലും ഈ ഉപകരണങ്ങൾക്ക് വിധേയരാവുകയും വിഷമസന്ധിയിൽ എത്തിച്ചേരുകയും ചെയ്യും. ഇൻ്റർനെറ്റ് ദുരുപയോഗം ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്. സൈബർ കുറ്റകൃത്യങ്ങൾ എന്ന മേഖല തന്നെ ഇന്ന് നിലവിലുണ്ട്. ഏതെങ്കിലും വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ മാനഹാനി വരുത്തുന്ന വാർത്തകളോ വിവരങ്ങളോ ചിത്രങ്ങളോ ഇൻ്റർനെറ്റിലൂടെ പ്രചരിപ്പിക്കുന്നത് കുറ്റകരമാണ്. മറ്റുള്ളവരുടെ സൈറ്റുകളിലും ഇമെയിൽ അക്കൗണ്ടുകളിലും കടന്നു കയറുക, ഫോട്ടോകളിൽ കൃത്രിമം കാണിക്കുക, അശ്ലീല ചിത്രങ്ങൾ കൈമാറുകയോ സൂക്ഷിക്കുകയോ ചെയ്യുക, ലൈംഗിക ചൂഷണം നടത്തുക, ജാതി മത വൈരാഗ്യമുണ്ടാക്കുന്ന വ്യാജ സന്ദേശങ്ങൾ രൂപപ്പെടുത്തുകയോ പങ്കുവെക്കുകയോ ചെയ്യുക, ഇൻ്റർനെറ്റിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ തൻ്റേതെന്ന രീതിയിൽ അവതരിപ്പിക്കുക തുടങ്ങിയവ സൈബർ കുറ്റകൃത്യങ്ങളുടെ പരിധിയിൽ ഉൾപ്പെടുന്നവയാണ്. സൈബർ കുറ്റങ്ങൾക്ക് ഏറെയും ഇരയാകുന്നത് പെൺകുട്ടികളാണ്. നേരിട്ട് കാണുകയോ അറിയുകയോ ചെയ്യാത്ത സൗഹൃദങ്ങൾക്ക് വൈകാരികതയുടെ ദൃഢതയില്ലെന്ന് തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. മറഞ്ഞു നിന്ന് പറയുന്ന സ്വരം കൃത്രിമമല്ലെന്ന് നമുക്ക് ഉറപ്പിക്കാനാവില്ല. ജനജീവിതത്തെ സാരമായി ബാധിക്കുന്ന വിഷയങ്ങളിൽ നിന്നകന്ന് കേവല കൗതുകങ്ങളിൽ അഭിരമിക്കുന്ന സംസ്കാരം പുരോഗമനപരമല്ല. അതിനെ പരിപോഷിപ്പിക്കാൻ പാടില്ല. സൈബർ അടിമത്തം പ്രതിരോധിക്കപ്പെടേണ്ടതുണ്ട്. രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ലാഭേച്ഛയും തിരിച്ചറിയാൻ കഴിയണം. മോർഫിംഗ്, ഹാക്കിംഗ് പോലെയുള്ള ചതിവിടങ്ങൾ മറഞ്ഞിരിക്കുന്ന വിനിമയ സാങ്കേതിക വിദ്യയെ ജനാധിപത്യത്തിൻ്റെയും സാംസ്കാരിക ഉന്നമനത്തിൻ്റെയും ഊർജ്ജദായിനികളായി രൂപപ്പെടുത്താൻ കഴിയണം. സാധ്യതകളുടെ ഈ വലിയ ലോകത്തെ ഇനി നമുക്ക് ഉപേക്ഷിക്കാനാവില്ല. ഇൻ്റർനെറ്റ് ഒഴിവാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ജീവിക്കാൻ കഴിയില്ല. സൂക്ഷ്മതയോടെയും വിമർശന ബുദ്ധിയോടെയും അതിനെ കൈകാര്യം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് കുട്ടികൾ ബോധമുള്ളവരാകുകയാണ് ഇതിൽ നിന്നുള്ള രക്ഷാമാർഗം. സെറ്റാണല്ലോ? പാഠഭാഗം നന്നായിട്ട് വായിക്കുക. ഈ 2 ചോദ്യോത്തരം എന്ത് ചെയ്യുക? സെറ്റാക്കി വെച്ചേക്കുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്ററായിട്ട് മാറ്റി വരുന്നു. താങ്ക് യു.